സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ പരിശോധിക്കും. കാരണം അടുത്ത കാലത്ത് കേരളത്തിൽ പോലീസിന്റെ ആക്ഷൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരാതിയിലുണ്ടായിട്ടുള്ള ആക്ഷൻ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള നയം വ്യക്തമാക്കിയത് കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി എന്ന രൂപത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നതാണ് കോൺഗ്രസിന്റെ പ്രതീതി പറയുന്നത്. അതും വിശ്വസിക്കാം. CCTV ദൃശ്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ മറ്റ് പോലീസിന്റെ അന്വേഷണത്തിൻ്റെതായിട്ടുള്ള പല ഘട്ടങ്ങൾ നോക്കാം. അത് പോലീസ് അന്വേഷണം അത്തരത്തിൽ പോകട്ടെ. ഏതായാലും കോൺഗ്രസ് നടത്തുന്ന ചില എവിടെ അവിശ്വാസ പ്രമേയം വന്നാലും അങ്ങ് വെല്ലുവിളിച്ച് CPM-ന്റെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്ന ഈ പ്രക്രിയ അത് അനുവദിക്കാൻ പോകുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സതീശനസവും സുധാകരനസവും എറണാകുളം ജില്ലയിൽ ഇനി നടക്കില്ല. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ കൈവശം വച്ചാൽ മതി. അത് ഞങ്ങൾ നോക്കാം. ഇത് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ നാളെ പത്രസമ്മേളനം, CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ പത്രസമ്മേളനമുണ്ട്. പോലീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അത് പോയിക്കോട്ടെ. ഏതെങ്കിലും തരത്തിൽ അവർക്ക് വ്യക്തിപരമായിട്ട് ഹരാസ്മെന്റ് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സത്വരമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിച്ചു പോകും. പിന്നെ ഈ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചില്ലേ, ഇത് സത്യസന്ധമായിട്ട് മാധ്യമങ്ങളെ ഞങ്ങൾ അതാത് സമയത്ത് അറിയിച്ചതാണ്. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയിക്കുന്നു, മാധുവിന് അറിയാമല്ലോ, അതാത് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇവിടെ എത്ര പ്രാധാന്യത്തോടെ CPM-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരും കൊടുക്കുന്ന പത്ര റിലീസും പത്രവാർത്തയും മാധ്യമങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ വരുന്ന വാർത്ത മാസങ്ങളോളം ചർച്ച ചെയ്യും. ലൈവ് ബ്രേക്കിംഗ് ന്യൂസ് അന്തി ചർച്ചകളുണ്ടാവും. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന വാർത്തയും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തയും ഈ പറയുന്ന സംഭവങ്ങളുമൊക്കെയാണല്ലോ. ആ സമയത്ത് CPM പുറത്തേക്ക് അയച്ച ഒരു പത്ര റിലീസ് അങ്ങ് എനിക്ക് അയച്ചു തരാമോ? ആ സമയത്ത് CPM പങ്കുവെച്ച ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജുവിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെയാണല്ലോ മൊത്തം. അപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, ഞങ്ങളുടെ സഖാവ് ഞങ്ങളോടൊപ്പം ഏരിയ കമ്മിറ്റി ഓഫീസിൽ രാഷ്ട്രീയ ചർച്ചകൾ പെടുകയാണ് എന്ന വിശദീകരണം നൽകിയിരുന്നോ? അങ്ങനെ ഒരു അറിയിപ്പ് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നോ? അത് കൂത്താട്ടുകുളത്ത് പാർട്ടി ഓഫീസിനോടനുബന്ധിച്ചും കൂത്താട്ടുകുളത്ത് കേന്ദ്രീകരിച്ച പത്രപ്രവർത്തകർക്കെല്ലാം ആ വിവരമുണ്ടാകും. ഉണ്ട്. അത് മാതൃഭൂമിയുടെ ലേഖിക അവിടെ ഉണ്ടോ, റിപ്പോർട്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി പാർട്ടി ഓഫീസിൽ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട മുഴുവൻ LDF-ന്റെ അംഗങ്ങളും ഉണ്ട്. അവർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ബഹിഷ്കരിച്ചിരിക്കുകയാണെന്നും ആ ചർച്ചയുടെ സമയവും അന്നത്തെ പ്രവർത്തി സമയം കഴിയുമ്പോൾ നാട് മുഴുവനും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആക്ഷേപം. അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രീമതി കലാരാജുവുമായി ഒത്ത് നിങ്ങൾക്ക് വാർത്താ സമ്മേളനം നടത്താം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരെ വിളിച്ച് കലാരാജുവിനെ അടക്കം അവിടെ മുന്നിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തോ? അത് ഇന്നലെ കൃത്യമായി മനോരമയിൽ തന്നെ ഇന്ന് ചിത്രമുണ്ട്. 4 മണി സമയത്ത് ഉച്ചയ്ക്ക് മുൻപാണ് ഞാനത് വായിച്ച ഒരാളാണ്. ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാമല്ലോ. മിനിമം പാർട്ടി ചാനലിൽ കൊടുക്കാമല്ലോ. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടേണ്ട വാർത്ത മാധ്യമങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഒരു ചരിത്രം മനസ്സിലാക്കണം. ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല. AKGയുടെ ആത്മകഥയിൽ രക്തസാക്ഷികളുടെ നാട് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം വായിച്ചാൽ കൂത്താട്ടുകുള പോരാട്ട ചരിത്രത്തെക്കുറിച്ച് ഒരു ബേസിക് നോളജ് നമുക്ക് കിട്ടും. ഒരു പ്രിയപ്പെട്ട നേതാവിനെ തല്ലിക്കൊന്ന് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ മറവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലല്ല, ഇത്തരത്തിൽ എന്തു നുണ പറഞ്ഞാലും അല്ലല്ല, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് എന്തു നുണ പറഞ്ഞാലും വിശ്വസിക്കുന്ന ജനങ്ങളല്ല കൂത്താട്ടുകുളത്തുള്ളത്. കോൺഗ്രസ് അങ്ങ് ഉയർത്തിപ്പിടിക്കും ചില ആളുകൾ 2-3 ദിവസം ആ ഉയർത്തിയതുപോലെ തന്നെ താഴേക്കിടും. ഞാൻ പറയാക്ക് കൂത്താട്ടുകുളത്തെ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം 2-3 ദിവസം തുടരും. അത് പൊളിഞ്ഞ് പാളീസാവുമ്പോൾ അവർ തന്നെ ഉപേക്ഷിച്ചു പോകും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പർവ്വതീകരിക്കാൻ എനിക്കുണ്ട്. ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യമാണ്, സംസ്ഥാനത്തെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർ അപ്പാടെ കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് പാർട്ടി ചാനലിൽ പൊളിക്കാം. ചെയ്തെങ്കിൽ പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിച്ചല്ലോ. ഈ മണ്ഡലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത MLA-യും DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും രാവിലെ 10 മണിക്ക് അവിടെ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഗൂഢാലോചന നടത്തി കൃത്യമായി ആ ഭരണത്തെ അട്ടിമറിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ല. സംസ്ഥാനത്ത് ഏതാണ്ട് 4 നൂറ്റാണ്ടോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീ അവർ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു എന്ന് കേരള സമൂഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം. കൂറുമാറ്റ നിരോധന നിയമം
കൂറുമാറ്റ നിരോധന നിയമം, ഇവിടെ കൂറുമാറ്റ നിരോധന നിയമമുള്ള ഈ രാജ്യത്ത് അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കേണ്ടത് കയ്യൂക്ക് കൊണ്ടല്ല, നിയമം കൊണ്ടാണ്. കയ്യൂക്ക് കേൾക്കേണ്ടി വന്നു എന്നൊരു പരാതിക്കാരി പറയുമ്പോൾ പ്രാഥമികമായി അവരോടൊപ്പം നിന്ന് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ധർമ്മമാണ്. തന്നെയാണ് പറയാനുള്ളത്. തിരിച്ചു പറയാനുള്ളതും അത് തന്നെയാണ്. ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, വിഷമം ഉണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കാൻ പോലീസും ഗവൺമെന്റ് സംവിധാനവും ഇവിടെ ഉണ്ട്. ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. പക്ഷെ കോൺഗ്രസ് അങ്ങ് ഉണ്ടാക്കുന്ന ഗൂഢാലോചനയുടെ പുറകെ കൈപൊക്കി കൂടെ നിൽക്കാൻ ഒരാളും ഇവിടെ ഒരു കൈപൊക്കലുമില്ല, കൂടെ നിൽക്കലുമില്ല. നോക്കൂ, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തട്ടിക്കൊണ്ട് പോകുന്നത് ഒഴികെയുള്ള മറ്റു കാര്യങ്ങൾ, വോട്ട് ചെയ്തോ ഇല്ലയോ, നിങ്ങളുടെ ഭരണം പോയോ ഇല്ലയോ, ഭരണം പിടിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വിഷയം. ഇവിടെ ഒരു സ്ത്രീ വന്നവർ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന് പരാതി പറയുമ്പോൾ സ്വാഭാവികമായും അത് പരിഗണനയ്ക്കെടുക്കുകയാണ് നിയമം ചെയ്യാറ്. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യാറ്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്.